വെൽക്കം ബാക്ക് ടു ലെഡിനു. സോ ഇന്ന് നമ്മൾ കപ്പാസിറ്റേഴ്സിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് നമ്മുടെ പ്രീമിയം ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മൾ ബുക്സ് റെഫർ ചെയ്ത് അതിൽ നിന്ന് നമ്മൾ തന്നെ സെറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം പ്രിപ്പറേഷനിൽ വളരെയധികം യൂസ്ഫുൾ ആവും നമ്മുടെ ഈ ഒരു പ്രീമിയം ക്വസ്റ്റ്യൻ വീഡിയോ സീരീസിൽ വരുന്ന എല്ലാ ചോദ്യങ്ങളും. സോ നമുക്ക് നോക്കാം. First one, which electronic component can store electric energy in the form of electric charge? ഏത് കമ്പോണന്റ് ആണ് ഇലക്ട്രിക് ചാർജ് ആയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രിക് എനർജി സ്റ്റോർ ചെയ്യുന്നത്? റെസിസ്റ്റർ, ഇൻഡക്ടർ, ബാറ്ററി, കപ്പാസിറ്റർ. സോ ഈ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ റെസിസ്റ്റർ എന്തായാലും അല്ല എന്നുള്ളത് നമുക്കറിയാം. ഇൻഡക്ടറും ബാറ്ററിയും കപ്പാസിറ്ററും. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഇൻഡക്ടറിൽ ഇലക്ട്രിക് എനർജി സ്റ്റോർ ആവുന്നുണ്ട്, പക്ഷെ ഏത് ഫോമിലാണ്? മാഗ്നറ്റിക് ഫീൽഡിലാണ് അല്ലെ അവിടെ എനർജി സ്റ്റോർ ആവുന്നത്. ഇനി ബാറ്ററിയുടെ കേസോ, ബാറ്ററിയിലും ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ ഏത് ഫോമിലാണ്? അത് കെമിക്കൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളത് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോ ഇതില് ഏറ്റവും സ്യൂട്ട് ചെയ്യുന്നത് ഏതാണ്? ഏത് കമ്പോണന്റ് ആണ് ഇലക്ട്രിക് എനർജി ഇലക്ട്രിക് ചാർജ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്? ഇലക്ട്രിക് ചാർജിന്റെ ഫോമിൽ സ്റ്റോർ ചെയ്യുന്ന ഏതാണ്? ഇറ്റ് ഈസ് കപ്പാസിറ്റർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, പക്ഷെ അതിന്റെ ഓപ്ഷൻസ് നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാം. അപ്പൊ ആലോചിച്ച് വേണം ആൻസർ ചെയ്താൽ. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. Next one, the process of charging of capacitor stops once the energy stored on the capacitor develops. Then നമുക്ക് അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. The process of charging of capacitor stops once the energy stored on the capacitor develops. അതായത് കപ്പാസിറ്ററിൽ ചാർജിങ് പ്രോസസ്സ് എപ്പോഴാണ് സ്റ്റോപ്പ് ആവുന്നത്? അതിലെ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി എന്ത് ഡെവലപ്പ് ചെയ്യുമ്പോഴാണെന്നുള്ളതാണ്. വിച്ച് ഡെവലപ്സ് നമുക്ക് നോക്കാം. എ കറണ്ട് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ ബാറ്ററി കണക്റ്റഡ് ടു ഇറ്റ്. അതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ബാറ്ററി അതിലുള്ള കറണ്ടുമായിട്ട് ഈക്വൽ ആവുമ്പോൾ. നെക്സ്റ്റ് വോൾട്ടേജ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ ബാറ്ററി കണക്റ്റഡ് ടു ഇറ്റ്. Next, voltage less than that of the battery connected to it, and voltage greater than that of the battery connected to it. ഇത് പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആവും, ഇത് എങ്ങനെ വരും? അപ്പൊ എന്തായാലും ആലോചിക്കുക, നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ബാറ്ററിയുടെ കറണ്ടുമായിട്ട് ഈക്വൽ ആവുക എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായാലും റോങ് ആയിരിക്കും അല്ലെ. അപ്പൊ ഓപ്ഷൻ എ എന്തായാലും നോക്കണ്ട. ഓപ്ഷൻ ബിയും സിയും ഡിയും നോക്കുക. അതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ക്വസ്റ്റ്യൻ ഇതാണ്, കപ്പാസിറ്ററിൽ ആ ചാർജിങ് എപ്പോൾ സ്റ്റോപ്പ് ആവുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ബാറ്ററി ആ വോൾട്ടേജുമായിട്ട് ഈക്വൽ ആവുമ്പോഴാണോ, ലെസ് ആവുമ്പോഴാണോ, ഗ്രേറ്റർ ആവുമ്പോഴാണോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. എപ്പോഴായിരിക്കും സ്റ്റോപ്പ് ആവുക? നമ്മളൊരു കപ്പാസിറ്റർ അതിലേക്ക് ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ട് കപ്പാസിറ്റർ ചാർജ് ആയിട്ട് എപ്പോ അത് സ്റ്റോപ്പ് ആവും? The energy stored on the capacitor develops a voltage equal to that of the battery. അല്ലെ, ബാറ്ററിയുടെ ആയിട്ട് ഈക്വൽ ആവുമ്പോഴാണ് അത് സ്റ്റോപ്പ് ആവുക. ഈക്വൽ ആവുമ്പോൾ പിന്നെ എന്ത് ചെയ്യില്ല? ആ ചാർജിങ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യില്ല. അപ്പൊ അതാണ് അതിന്റെ ആൻസർ വരുന്നത്. വോൾട്ടേജ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ ബാറ്ററി കണക്റ്റഡ് ടു ഇറ്റ്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. Next one, the ability of capacitor to store electric energy in the form of electrostatic field is known as. അപ്പോൾ ഈ കപ്പാസിറ്ററിൽ നമ്മൾ ഇലക്ട്രിക് എനർജി, അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാലും ശരിയാണ്, ആ ഫോമില് സ്റ്റോർ ചെയ്യുന്നതിന്റെ ആ ഒരു എബിലിറ്റി എന്താണ് പറയുന്നത്? കണ്ടക്ടൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്ടൻസ്, റിയാക്ടൻസ്. ഇറ്റ്സ് വെരി ഈസി. അതിന് നമ്മൾ പറയുന്ന പേരാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് എന്താണ്? ഫാരഡ് അല്ലെ. ഫാരഡ് ആണ് അതിന്റെ യൂണിറ്റ് വരുന്നത്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ദ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ഈസ് ഡിറ്റർമൈൻഡ് ബൈ. അതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്ന ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ്, പ്ലേറ്റ്സിന്റെ ഏരിയ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, പ്ലേറ്റ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, ടൈപ്പ് ഓഫ് ഡയലക്ട്രിക് മെറ്റീരിയൽ അല്ലെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റന്റ്, ദെൻ ഓൾ ഓഫ് ദ എബോവ്. അപ്പോ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കപ്പാസിറ്റൻസിന്റെ എക്സ്പ്രഷൻ സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എപ്സിലോൺ ആർ അല്ലെങ്കിൽ എപ്സിലോൺ എ ബൈ ഡി. എ എന്താ? ഏരിയ അല്ലെ, ഏരിയ ഓഫ് ദ പ്ലേറ്റ് ആണ്. ഡി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ആണ്. ദെൻ ഈ എപ്സിലോൺ എന്ന് പറയുന്ന ആക്ച്വലി പെർമിറ്റിവിറ്റി, അത് ആ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഡയലക്ട്രിക് മെറ്റീരിയലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ്. സോ ഈ പറഞ്ഞ മൂന്ന് ഫാക്ടേഴ്സിനെ
ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ വരുന്നത്. അപ്പൊ ഇതെല്ലാം അതിന്റെ ഫാക്ടേഴ്സ് തന്നെയാണ്. സോ ഓൾ ഓഫ് ദ എബവ് എന്നുള്ളതായിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്. നമ്മളിപ്പോ ഫസ്റ്റ് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ഓക്കെ ഏരിയ ഓഫ് ദ പ്ലേറ്റ്സ് ആണ് കറക്റ്റ് ആണെന്ന് പറഞ്ഞ് എ അങ്ങ് മാർക്ക് ചെയ്ത് പോവരുത്. എപ്പോഴും എല്ലാ ഓപ്ഷൻസും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ആൻസർ എഴുതാം. Next one, dielectric materials having zero temperature coefficient abbreviated as. അതായത് സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉള്ള ഡയലക്ട്രിക് മെറ്റീരിയൽസിനെ അതിന്റെ അബ്രിവിയേഷൻ എന്താണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് അബ്രിവിയേറ്റഡ് ആസ് ഓപ്ഷൻ പി എൻ പി പി എം എൻ പി ഒ. അപ്പൊ ഇത് ആദ്യം എന്താണ് സംഭവം എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്നതിനും അനുസരിച്ചിട്ട് നമുക്ക് കപ്പാസിറ്റൻസിന്റെ വാല്യൂവിലും ചേഞ്ച്, അതിന് നമ്മൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും ഡിക്രീസ് ചെയ്യും ചെയ്യുമ്പോൾ ഈ ഡയലക്ട്രിക് മെറ്റീരിയലിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ അഫക്ട് ചെയ്യും. ഓക്കെ, അതിനനുസരിച്ചിട്ടാണ് കപ്പാസിറ്റൻസ് വാല്യൂവിലും ചേഞ്ച് വരുന്നത്. അപ്പൊ ചില ഡയലക്ട്രിക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അതില് ഇറ്റ് ക്യാൻ കോസ് ആൻ ഇൻക്രീസ് ഇൻ കപ്പാസിറ്റൻസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ കപ്പാസിറ്റൻസ് കൂടാൻ കാരണം അതിനെ നമ്മൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്നാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ പി എന്ന് വെച്ചിട്ട് അബ്രിവിയേറ്റ് ചെയ്യുന്നത്. ഇനി ചില ഡയലക്ട്രിക് മെറ്റീരിയൽസ് ഉണ്ട്, അതിന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ അത് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും, നേരെ റിവേഴ്സ് ആയിട്ട് വരും. അതിനെ നമ്മൾ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറയും. അതിനെയാണ് എൻ എന്ന് വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേറെ ഉണ്ട് ഡയലക്ട്രിക് മെറ്റീരിയൽസ്, അതിൽ സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആയിരിക്കും. പോസിറ്റീവ് ആയിരിക്കില്ല നെഗറ്റീവ് ആയിരിക്കില്ല, സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് അബ്രിവിയേറ്റഡ് ആസ് NPO. ഓക്കെ, ഇനി ഈ പി പി എം എന്താണെന്ന് കൂടി പറയാം. ഈ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് കപ്പാസിറ്ററിനെ അത് സ്പെസിഫൈ ചെയ്യുന്നത്, അതായത് മാനുഫാക്ചറർ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്സ് പെർ മില്യൺ പെർ ഡിഗ്രി സെൽഷ്യസ് ആയിട്ടാണ്. ഓക്കെ, പാർട്സ് പെർ മില്യൺ പെർ ഡിഗ്രി സെൽഷ്യസ് ആയിട്ടാണ്. അതിനെയാണ് പി പി എം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി NPO. ഓക്കെ, നെക്സ്റ്റ് വൺ ഒരു പ്രോബ്ലം ആണ്. 2 metal plates each 5 into 6 centimeters are separated from each other by 1 mm. Okay, calculate the capacitance if the dielectric material used between the plate was glass. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, പക്ഷെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കപ്പാസിറ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ C is equal to epsilon A by D എന്നുള്ള ഇക്വേഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഗ്ലാസിന്റെ എത്രയാന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് 5 ആണ് വരുന്നത്. പിന്നെ നമുക്ക് എന്താ വേണ്ടത്? ഏരിയ കണ്ടുപിടിക്കണം അല്ലെ. ഏരിയ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ പെർമിറ്റിവിറ്റി ഇവിടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ 8.85 into 10 raised to minus 2. അതേപോലെ തന്നെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് 5, അത് രണ്ടും കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 5 into 6 centimeters ആണ് ഈ പ്ലേറ്റ്സ്, രണ്ട് പ്ലേറ്റിന്റെ ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് സെന്റിമീറ്റേഴ്സിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിനെ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 5 into 10 raised to minus 2, അതേപോലെ 6 into 10 raised to minus 2. ഓക്കെ, ആൻഡ് ഡിവൈഡഡ് ബൈ ഡി. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 1 mm ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അഗൈൻ മില്ലിമീറ്ററിലാണ് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. അപ്പൊ നമ്മൾ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. 1 into 10 raised to minus 3 meter. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും. സോ 5 into 26 point, അതായത് ഈ പറഞ്ഞ നമ്മൾ 10ന്റെ പവറിനെയൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു പ്രോബ്ലം കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഡിവിഷൻ വരുന്ന സമയത്ത് അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻസിലേക്ക് കൂടെ നോക്കുക. ഓപ്ഷനിൽ പൈക്കോ ഫാരഡിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് വേണം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. വി വിൽ ഗെറ്റ് 132.75 പൈക്കോ ഫാരഡ് എന്നാണ് കിട്ടുക. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ യൂണിറ്റ്സ് കറക്റ്റ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടാലും പെട്ടെന്ന് അത് സ്കിപ്പ് ചെയ്ത് പോവരുത്. അതേപോലെ ഈ ഗ്ലാസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കെയുടെ വാല്യൂ വേറെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഗ്ലാസ് ആയതുകൊണ്ട് 5 ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരെ ബി ആണ്. അപ്പൊ അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം.
Next one, which among the following is a variable capacitor? ഇതിൽ ഏതാണ് variable capacitor? Paper capacitor, rolled foil capacitor, trimmer capacitor and ceramic capacitor. അപ്പോൾ നമുക്ക് fixed value capacitors ഉണ്ട്, variable capacitors ഉണ്ട്. അതായത് വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കപ്പാസിറ്റർ ഉണ്ട്, ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ ഈ ഫിക്സഡ് വാല്യൂ കപ്പാസിറ്ററിൽ തന്നെ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ഡൈഇലക്ട്രിക് അനുസരിച്ചിട്ട് അതിൽ കുറെ ടൈപ്സ് പറയാം. അപ്പോൾ ഈ പേപ്പർ കപ്പാസിറ്റർ, റോൾഡ് ഫോയിൽ കപ്പാസിറ്റർ, സെറാമിക് കപ്പാസിറ്റർ എന്നൊക്കെ പറയുന്നത് ഫിക്സഡ് കപ്പാസിറ്റേഴ്സ് ആണ്. അതിൽ യൂസ് ചെയ്യുന്ന ഡൈഇലക്ട്രിക് പേപ്പർ ആണെങ്കിൽ പേപ്പർ കപ്പാസിറ്റർ, സെറാമിക് മെറ്റീരിയൽ ആണെങ്കിൽ സെറാമിക് കപ്പാസിറ്റർ, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതില് വേരിയബിൾ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അത് വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ട്രിമ്മർ കപ്പാസിറ്റർ ആണ് വേരിയബിൾ കപ്പാസിറ്റർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, ഓപ്ഷനിൽ അത് നോക്കാം. Capacitors are connected in parallel to achieve a higher capacitance than what is available in 1 unit. അതായത് നമുക്ക് ഒരു കപ്പാസിറ്റേഴ്സ് ഉണ്ട്, അത് നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു സിംഗിൾ കപ്പാസിറ്ററിനേക്കാളും വാല്യൂ ഹയർ ആവും എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത നോക്കാം, കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ടു അച്ചീവ് എ ഹയർ കപ്പാസിറ്റൻസ് ദാൻ വാട്ട് ഈസ് അവൈലബിൾ ഇൻ 1 യൂണിറ്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ടു അച്ചീവ് എ ലോവർ കപ്പാസിറ്റൻസ് ദാൻ വാട്ട് ഈസ് അവൈലബിൾ ഇൻ 1 യൂണിറ്റ്. ആൻഡ് ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ അബവ്. അപ്പൊ കപ്പാസിറ്റർ സീരീസ് ആയിട്ട് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന കാര്യം നമ്മൾ അറിയണം. അപ്പൊ കപ്പാസിറ്റർ പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് എങ്ങനെയാ നോക്കാം. കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ട് ഇപ്പൊ C1 C2 എക്സെട്ര CN നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്തായിരിക്കും വരിക? C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് എക്സെട്ര CN. നമ്മൾ റെസിസ്റ്ററിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കപ്പാസിറ്ററിന്റെ എന്നുള്ളത് ഓർക്കുക. റെസിസ്റ്ററിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ R1 പ്ലസ് R2 ചെയ്യുന്നത്. അപ്പൊ C1 പ്ലസ് C2 പ്ലസ് C3 എക്സെട്ര CN. അപ്പൊ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും. അപ്പോ നമുക്ക് ഓരോ യൂണിറ്റ് കപ്പാസിറ്റൻസിനേക്കാളും എപ്പോഴും എങ്ങനെയായിരിക്കും? ഹയർ വാല്യൂ ആയിരിക്കും പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് അല്ലെ. അപ്പൊ അതിൽ ഏത് സ്റ്റേറ്റ്മെന്റാ കറക്റ്റ് ആയിട്ട് വരിക? Option A will be the correct answer. Capacitors are connected in parallel to achieve a higher capacitance than what is available in 1 unit. ശരിയല്ലേ? Option A. Next one, what is a unit of capacitive reactance? Okay, important ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. What is the unit of capacitive reactance? അപ്പൊ capacitive reactance എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഇവിടെ നമ്മൾ ഈ കറന്റ് ഫ്ലോയുടെ ഒപ്പോസിഷൻ വരുമ്പോൾ കപ്പാസിറ്ററിന്റെ കേസിൽ ഒപ്പോസിഷൻ ടു കറന്റ് ഫ്ലോനെ പറയുന്ന പേരാണ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. അത് കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് ആവുമ്പോൾ നമ്മൾ അതിനെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നു. അപ്പോ ഫാരഡ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ്. ഓം, മോ, ഹെൻറി, ഇങ്ങനെ 4 എണ്ണാണ് തന്നിട്ടുള്ളത്. പെട്ടെന്ന് നമ്മൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുമ്പോൾ കപ്പാസിറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു യൂണിറ്റ് ചോദിക്കുമ്പോൾ ഫാരഡ് എഴുതി തെറ്റിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഒന്നാമത്തെ ഓപ്ഷനും അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫാരഡ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ്, അല്ലാതെ കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ യൂണിറ്റ് അല്ല. കപ്പാസിറ്റീവ് റിയാക്ടൻസ് നമ്മൾ XC എന്ന് പറഞ്ഞിട്ട് നൊട്ടേറ്റ് ചെയ്യുന്ന കപ്പാസിറ്റീവ് റിയാക്ടൻസിന് റെസിസ്റ്റൻസിന്റെ അതേ യൂണിറ്റ് ആണ് വരുന്നത്. ഓം ആണ് അതിന്റെ യൂണിറ്റ്. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. And the last question, the reactance of an AC capacitor is options inversely proportional to the frequency of supply, directly proportional to the frequency of supply, not related to frequency of supply, none of the above. അപ്പോൾ ഈ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്ന XC is equal to 1/2πfc എന്നാണ് എക്സ്പ്രഷൻ വരുന്നത്. അപ്പോ ഫ്രീക്വൻസി, സപ്ലൈ ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ? 1/2πf അല്ലേ വരുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും വരിക? It is inversely proportional to the frequency of the supply. So option A is the correct answer. So നമ്മൾ 10 questions ആണ് ഡിസ്കസ് ചെയ്തത്. കപ്പാസിറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിനോടൊപ്പം തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. താങ്ക് യു.